ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. UK കുറച്ച് പ്രശ്നമാണ്. UK ഭയങ്കര പ്രശ്നങ്ങളാണ്. വർക്ക് വിസ പാടാണ്. അതുപോലെ തന്നെ അവിടെ സ്റ്റേ ബാക്ക് പ്രോബ്ലമാണ്. അവിടെ ഒരുപാട് നിയമമാറ്റങ്ങൾ വന്നു എന്നൊക്കെ കുറേ അപ്ഡേറ്റ്സ് കുറച്ച് ആളായിട്ട് കാണുന്നുണ്ട്. അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ശരിക്കും UK രണ്ടേ രണ്ട് നിയമമാറ്റങ്ങളാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ളൂ. ഒന്ന്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വർക്ക് വിസയിലോട്ട് മാറാൻ പറ്റില്ല. നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് വിസയിലോട്ട് മാറുന്നതിന് ഒരു പ്രോബ്ലവും ഇല്ല. രണ്ടാമത്തെ നിയമമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പൗസ് വിസ ഡിഗ്രി കാൻഡിഡേറ്റ്സിനോ മാസ്റ്റേഴ്സ് കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ റിസർച്ച് കാൻഡിഡേറ്റ്സിനോ പോസിബിൾ അല്ല. കാരണം ഈ മൂന്ന് കോഴ്സിനും നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസ് ആവശ്യമുള്ളതായതുകൊണ്ടും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്ന് അവർ വർക്ക് ചെയ്തിട്ട് വേണ്ട അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ടും മാത്രം ആണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. അത് MPhil എന്നൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ PhD ഹോൾഡേഴ്സിനാണെങ്കിൽ 4 വർഷം വിസ ഉള്ള PhD പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരുന്നതിന് ഇപ്പോഴും പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ അവരുടെ പ്രോസസ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ UK ബേസിക്കായിട്ട് വന്ന നിയമമാറ്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണമാണ്. അല്ലാതെ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് വർക്ക് വിസയിലോട്ട് മാറുന്നതിനോ സ്റ്റേ ബാക്കിനോ ഒന്നും ഇതുവരെയായിട്ടും പുതിയ നിയമമാറ്റങ്ങളൊന്നും ബാധിക്കാൻ പോകുന്നതല്ല. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ പുതിയ ജേർണൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒന്നും സ്റ്റുഡൻസിൻ്റെ വിസയെ ബാധിക്കുന്ന പുതിയ നിയമമാറ്റങ്ങൾ അല്ലെങ്കിൽ സ്റ്റേ ബാക്കിനെ ബാധിക്കുന്ന നിയമമാറ്റങ്ങളൊന്നും പരാമർശിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ UK ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ഇപ്പോഴും ഡോക്യുമെൻറ്റേഷൻസും അല്ലെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സിംഗ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് UK പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് UK പഠിത്തത്തിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ അവിടുത്തെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് അറിയാനും പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ഫോളോ us ഫോർ മോർ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളെ ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതുപോലെ തന്നെ അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മളുടെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സും അപ് ടു വിസ ആപ്ലിക്കേഷൻ ഞങ്ങളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്തായാലും കമൻ്റായിട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.